നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. സാമൂഹ്യക്ഷേമ പെൻഷനും സർക്കാർ സഹായമുള്ള മുഴുവൻ ക്ഷേമനിധി പെൻഷനുകളും സംസ്ഥാനത്ത് മാസങ്ങളായി കുടിശ്ശികയിൽ. സർക്കാരിന്റെ അഭിമാന നേട്ടമായി ഉയർത്തിക്കാട്ടിയ പെൻഷനുകളിൽ ചിലത് മുടങ്ങിയിട്ട് ഒരു വർഷം വരെ പിന്നിട്ടു. 5000 കോടിയിലേറെ രൂപയാണ് സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണത്തിനായി സർക്കാരിന് കണ്ടെത്തേണ്ടത്. പെൻഷൻ വിഷയം സജീവ ചർച്ചയിലേക്ക് കൊണ്ടുവരാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. അഭിമാന സ്തംഭമായി ഉയർത്തിക്കാണിച്ച പെൻഷൻ വിതരണം ഇടത് സർക്കാർ മറന്ന മട്ടിലാണ്. ചിരിച്ചുകൊണ്ട് പെൻഷൻ വാങ്ങുന്ന അമ്മൂമ്മമാരുടെ ചിത്രങ്ങൾ ഇപ്പോൾ എവിടെയുമില്ല. 1600 രൂപ സാമൂഹ്യ പെൻഷൻ മുടങ്ങിയിട്ട് 6 മാസം. സർക്കാർ സഹായമുള്ള 16 ക്ഷേമനിധി പെൻഷനിൽ ഒരെണ്ണം പോലും നേരാംവണ്ണം കൊടുക്കാനാകുന്നില്ല. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ കിട്ടിയിട്ട് ഒരു വർഷം കഴിഞ്ഞു. ആഭരണ തൊഴിലാളികൾ, കശുവണ്ടി തൊഴിലാളികൾ, ചെറുകിട തോട്ടം തൊഴിലാളികൾ, തയ്യൽ തൊഴിലാളികൾ എന്നീ വിഭാഗങ്ങൾക്ക് ക്ഷേമനിധി പെൻഷൻ മുടങ്ങിയിട്ട് ഒരു വർഷത്തോടടുക്കുന്നു. മുഖ്യമന്ത്രിയുടെ നാട്ടിലെ കൈത്തറി തൊഴിലാളികൾക്കും ബീഡി ചുരുട്ട് തൊഴിലാളികൾക്കും ഖാദി തൊഴിലാളികൾക്കും ക്ഷേമനിധി പെൻഷൻ കുടിശ്ശികയായിട്ട് അരക്കൊല്ലത്തോളമായി. സാമൂഹ്യക്ഷേമ പെൻഷൻ നൽകാൻ സർക്കാർ പ്രതിമാസം കണ്ടെത്തേണ്ടത് 900 കോടി രൂപയാണ്. വിവിധ ക്ഷേമനിധി പെൻഷനുകൾക്ക് 90 കോടി രൂപയും. സാമൂഹ്യക്ഷേമ പെൻഷനിലെ 5 വിഭാഗങ്ങളിൽ വാർദ്ധക്യകാല, വിധവ, ഭിന്നശേഷി പെൻഷനുകളിൽ 1/3 തുക കേന്ദ്ര സർക്കാർ വിഹിതമാണ്. ഇതിനെ പഴിച്ചാണ് സംസ്ഥാന ധനമന്ത്രിയുടെ നിരന്തരമായ പ്രതിരോധം. മദ്യത്തിലും ഇന്ധനത്തിലും സെസ് ഏർപ്പെടുത്തുക വഴി കഴിഞ്ഞ വർഷം നവംബർ വരെ സംസ്ഥാനം പിരിച്ചത് 740 കോടിയാണ്. പക്ഷേ ഇത് ഗുണഭോക്താക്കളിലേക്ക് എത്തുന്നില്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. തൊഴിലാളികളിൽ നിന്നും തൊഴിലുടമകളിൽ നിന്നും അംശാദായം പറ്റിയാണ് 16 ക്ഷേമനിധി പെൻഷനും മുടക്കുന്നത്.